പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ദൈവവചനം പറയുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. വേദപുസ്തകം യഥാർത്ഥമായിട്ട് വെളിപ്പെടുന്ന കാര്യമാണ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്നുള്ളത്. ഹല്ലേലൂയ. അത് ക്രിസ്തു സകല മനുഷ്യർക്കും രക്ഷിതാവാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള 800 കോടിയിലധികം ജനത്തിനും ഹല്ലേലൂയ, മുമ്പ് ഇവിടെ മരിച്ചു പോയവർക്കും ഇനി ഇവിടെ ജനിക്കാനിരിക്കുന്നവർക്കും ഹല്ലേലൂയ, യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന അനുഭവത്തിൽ സകല ജനങ്ങളും അതിന് ഹല്ലേലൂയ അവകാശികളാണ്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു എന്ന രക്ഷിതാവ് അതേപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രക്ഷിക്കുവാൻ, രക്ഷ നൽകുവാൻ, ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമാണ്. കാരണം ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെയാണ് ഇവിടെ ക്രിസ്തു എന്ന രക്ഷിതാവെന്ന് ഇവിടെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന സന്ദേശമാണ്. ഹല്ലേലൂയ. അപ്പം ഈ തിരുവെഴുത്തുകൾക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് ഈ തിരുവചനം നമുക്ക് യാഥാർത്ഥ്യമായി മാറുന്നത്. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോയാലും എൻ്റെ വചനം ഒരിക്കലും മാറിപ്പോവുകയില്ലെന്ന് നാം തിരുവെഴുത്തിനകത്തൊക്കെ വായിക്കുന്ന പോലെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ ഒഴിച്ച് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ആ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഹല്ലേലൂയ അതിന് നിങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന സ്തോത്രം. ഇന്ന് അനേകർ ലോകത്തിൽ സ്വയം രക്ഷിതാക്കളെന്ന് അഭിമാനിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിൽ നൽകപ്പെട്ട ദൈവത്തിൻ്റെ വരദാനമാണെന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ അനവധി ആളുകൾ അതിനെ അവകാശം പറയുന്നത് കാണാം. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കർത്താവായ ക്രിസ്തു ഹല്ലേലൂയ എന്ന രക്ഷിതാവ് സകല മനുഷ്യൻ്റെയും പ്രതിസന്ധികൾക്ക്, പ്രതികൂലങ്ങൾക്ക്, അവരുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം തരുവാൻ കഴിയുന്നവനാണ്. മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഏക രക്ഷിതാവ് യേശുക്രിസ്തുവാണ്. സകല രോഗത്തിനും വൈദ്യനായിരിക്കുന്നത് യേശുക്രിസ്തു എന്ന രക്ഷിതാവാണ്. സകല മനുഷ്യൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നതും യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. മാനകുലത്തിൻ്റെ മുഴുവൻ പാപത്തിന് വേണ്ടി ഹല്ലേലൂയ കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി ക്രൂശിതനായതും ക്രിസ്തു എന്ന രക്ഷിതാവ് തന്നെയാണ്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലൂടെ നാം നോക്കിയാലും യേശുക്രിസ്തു സകല മനുഷ്യർക്കും രക്ഷിതാവാണ്. ഒരു മതത്തിൻ്റെ സ്ഥാപകനല്ല യേശു. ഹല്ലേലൂയ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു മതത്തെക്കുറിച്ചല്ല പ്രസംഗിച്ചത്, ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഒരു മതവും ഇല്ലതാണ്. ഹല്ലേലൂയ. യേശു സകല മനുഷ്യരെ സ്നേഹിക്കുന്നു, സകല മനുഷ്യർക്കും വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ വന്നു എന്ന് മാത്രം. അങ്ങനെ ആരെല്ലാം യേശുവിനെ വിശ്വസിച്ച് ഹല്ലേലൂയ യേശുക്രിസ്തു എന്ന രക്ഷിതാവിൽ ആശ്രയം വരുന്നു, അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. മനുഷ്യനാണ് ഭൂമിയിൽ മതങ്ങളും ഹല്ലേലൂയ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പ്രിയരെ, പാപത്തിൽ വീണുപോയ അല്ലെങ്കിൽ പാപത്തിൽ അധംപതിച്ചു പോയ സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ആ പാപലോകത്തെ വിടുവിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശമാക്കി എടുക്കുവാൻ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ജനിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പം യേശുവാണ് സകലത്തിനും ഹല്ലേലൂയ അധികാരിയായവൻ. അപ്പോൾ അനേക രക്ഷിതാക്കൾ ഭൂമിയിലുണ്ടെങ്കിലും ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം തന്നെ. അതുകൊണ്ടാണ് നമുക്ക് കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ കാണുന്നുണ്ട് സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിനകത്തും വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ്.
ഒന്ന് കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 8-9 വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നവരും. അപ്പം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ വ്യക്തമായ രീതിയിലാണ് അവർ പറയുന്നത്. സ്തോത്രം. അപ്പം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരാണ്? സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ, ഹല്ലേലൂയ, സ്തോത്രം, ആ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അതേപോലെ കർത്താവ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവിക സാന്നിധ്യവും നമുക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെട്ടി ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയും യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ദൈവിക രക്ഷയും കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകണമെന്നാണ് തിരുവെഴുത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ യേശുവാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, റോമലേഖനം 10-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും, ഹല്ലേലൂയ, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ്. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തുവിനെ നാം വിശ്വസിക്കണം, യേശുക്രിസ്തുവിൽ നാം വിശ്വാസം അർപ്പിക്കണം, യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയണം. ഹല്ലേലൂയ. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് സകല മനുഷ്യൻ പറയുന്നത് ഞങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെട്ടവർ. എന്നാൽ എന്താണ് ആ രക്ഷയുടെ അനുഭവം എന്ന് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല. ഹല്ലേലൂയ. അതുപോലെ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ പാപകരമായ ജീവിതത്തിൽ നിന്ന്, ഹല്ലേലൂയ, പാപം നിറഞ്ഞ സ്വഭാവത്തിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ, അതിനെ വിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട്, ഹല്ലേലൂയ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ അധിപതിയായിരിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, ഹല്ലേലൂയ, നാം ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറണമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ നാം രക്ഷ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്കാണ് നിത്യമായ സ്വർഗം ദൈവം നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. അപ്പം വചനം പറയുന്നത്, സ്തോത്രം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അത് റോമലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. ഹൃദയം കൊണ്ട് നമ്മൾ നീതിക്കായി യേശുവിനെ വിശ്വസിക്കുക, വായ് കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുക. ഈ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നാം രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ നാം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനമൊക്കെ വാങ്ങിക്കുമ്പോൾ അതിശ്രേഷ്ഠകരമായ അനുഭവങ്ങളാണ് ദൈവവചനത്തിനകത്ത് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയരെ, ദൈവവചനത്തെ ഒഴിച്ചുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നിരാശാജനകമായ ജീവിതമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിയണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പം മനുഷ്യന് ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ഹല്ലേലൂയ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപം, ഹല്ലേലൂയ, ആ പാപം മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ഹൃദയത്തിൽ കുറ്റബോധം നൽകുമ്പോൾ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച്, ഹല്ലേലൂയ, നാം ദൈവരാജ്യത്തോട് അടുക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ഏക മാർഗം യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഈ ലോക ചരിത്രങ്ങൾ പഠിച്ചാൽ, ഹല്ലേലൂയ, പാപത്തിൽ വീണുപോയ മനുഷ്യന് വേണ്ടി ഒരുവൻ മരിച്ചുവെന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അതേപോലെ കർത്താവ് നമുക്ക് ക്രൂശിലൂടെ പകർന്നു തന്നിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിൽ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും കടന്നു വരിക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്ന അങ്ങനെയുള്ളവരുടെ പേരാണ് ദൈവരാജ്യത്തിൽ കാണുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തലയിടും. ഹല്ലേലൂയ.
അതേപോലെ ഈ ഭൂമി മനുഷ്യൻ്റെ ജീവിതം അല്ലേലൂയ, മരണം ഇവിടെ നമുക്കുണ്ട്, മരണാനന്തര ജീവിതവും നമുക്കുണ്ട്. ആ മരണാനന്തര ജീവിതത്തിൽ നാം എവിടെ ആയിരിക്കണം എന്നുള്ളത് നാം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം അത് തിരിച്ചറിവുള്ളവരായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രമാണത്തിന് അധിഷ്ഠിതമായി ജീവിക്കുന്ന ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് മരണാനന്തരം നിത്യമായി സ്വർഗ്ഗം ലഭിക്കും. ഹല്ലേലൂയ. അല്ലാതെ ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ അകപ്പെട്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ കടന്നുപോയി ഹല്ലേലൂയ സകല ദുഷ്പ്രവർത്തികളും ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മരണാനന്തരം ലഭിക്കുന്നത് അവർക്ക് നിത്യമായ നരകവുമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളും മനുഷ്യൻ്റെ മരണാനന്തരം രണ്ട് സ്ഥലമാണ്, ഒന്ന് സ്വർഗവും ഒന്ന് നരകവും. രക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാം സ്വർഗം, രക്ഷിക്കപ്പെടാത്ത സകല പാപികൾക്കും അത് നരകത്തിലേക്ക് പോകുവാൻ കാരണമാകും. അതുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും രക്ഷയെക്കുറിച്ച് അറിയേണ്ടത്. അത് രക്ഷ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്ഷ പ്രാപിക്കുന്നവർക്കാണ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. മാലാഖിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും കാണുന്നുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഹല്ലേലൂയ. അതേപറ്റി നിങ്ങളോട് ദൈവവചനം പങ്കിടുന്നതും ദൈവവചനം പറയുന്നതും സുവിശേഷം പറയുന്നതും ഒക്കെ സ്വർഗം അതാത് സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പാപക്ഷമയും ഹല്ലേലൂയ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സ്വർഗീയ അനുഭവങ്ങളും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഹൃദയം കൊണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ വായ് കൊണ്ട് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് പ്രത്യാശയുള്ളൊരു ജീവിതം നയിക്കാൻ ഹല്ലേലൂയ കഴിയുമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, താങ്കൾ രക്ഷ പ്രാപിച്ച വ്യക്തിയാണോ? താങ്കൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുള്ള ജീവിതമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയൂ എന്ന് അതേപോലെ യേശുക്രിസ്തുവിനെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വർഗ്ഗമഹിമകൾ വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് അല്ലെങ്കിൽ 33 തിരുവയസ്സോടെ ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനെ സ്നാനമേറ്റ് അല്ലെങ്കിൽ 3.5 വർഷം ഇവിടെ ശുശ്രൂഷ ചെയ്ത് യേശുക്രിസ്തു സകല മനുഷ്യൻ്റെയും പാപം ഹല്ലേലൂയ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് ഹല്ലേലൂയ 3-ാം നാൾ അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് ഹല്ലേലൂയ 40 ദിവസം പ്രത്യക്ഷമായി ഹല്ലേലൂയ സ്വർഗ്ഗത്തിലേക്ക് കരേറിപ്പോയി ഇന്നും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഹല്ലേലൂയ നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ മധ്യാകാശത്തിൽ യേശു വെളിപ്പെടും. അന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവർക്ക് മാത്രമാണ് ഇവിടുന്ന് ഒരു ഉയർപ്പ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തു എന്ന രക്ഷിതാവിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രത്യാശ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനം ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷം ലഭിക്കുന്നു. ക്രിസ്തുവിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരുടെ സ്നേഹിതരെ ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിച്ചത് എന്താണ്? ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്നും നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതെ, ക്രിസ്തു ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ജനിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവ് പിതാവി, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പരിഹാരം യേശുക്രിസ്തുവിലൂടെ കണ്ടെത്താൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്നത് ഭാഗമുണ്ട്. ഹല്ലേലൂയ. മറ്റൊരുത്തനിൽ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതേപോലെ മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം. ഈ കാണുന്ന ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ച്, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച്, ഈ
ഇതിൻ്റെ മുഴുവൻ അധികാരിയായിരിക്കുന്ന യേശുക്രിസ്തുവിൽ മാത്രമാണ് ഒരു മനുഷ്യന് രക്ഷ ലഭിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ മാർഗങ്ങളും വ്യത്യസ്തമായ സാഹചര്യങ്ങളും ആമേൻ സ്വീകരിക്കുന്നവരാണ്. എന്നാൽ പലരും രക്ഷയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും വ്യത്യസ്തമായ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടും ഒരിക്കലും ഒരു മനുഷ്യർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയുന്നില്ല. അത് ഇവിടെ രക്ഷ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൽ മാത്രമാണ് ആമേൻ ഏക ആശ്രയം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്ന ആ അനുഭവത്തിലൂടെ അല്ലാതെ ആർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്ന് ലോകം മുഴുവൻ മദ്യശാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ബാറുകളും ബീവറേജുകളും കള്ളുഷാപ്പുകൾ കൊണ്ട് നിറയപ്പെട്ട കാലഘട്ടമാണ്. ആമേൻ. ഓരോ കിലോമീറ്ററിൻ്റെ ഉള്ളിലും താമസിയാതെ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ നടുവിൽ വളർന്നു വരുന്ന തലമുറകൾ മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളും അടിമകളാകുന്നു. ഇന്ന് നല്ലൊരു കൂട്ടം ജനങ്ങളും ഹല്ലേലൂയ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തടിമകളാണ്. മദ്യം, മയക്കുമരുന്ന്, പാൻമസാല, ലഹരി പദാർത്ഥങ്ങൾ എവിടെയും സുലഭമായിക്കൊണ്ടിരിക്കുന്നു. എത്ര നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും ഹല്ലേലൂയ ഇന്ന് ഇങ്ങനെയുള്ള ജടികമായ ജീവിത ശൈലിയിലേക്ക് സാത്താൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന ഹല്ലേലൂയ വ്യക്തിക്കാണ് ആ പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ ജയോത്സരമായ ജീവിതം നയിക്കുവാൻ യേശു ക്രിസ്തു എന്ന രക്ഷിതാവിൽ നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി എന്താണ്. ഹല്ലേലൂയ. വളർന്നു വരുന്ന സകലരും ഹല്ലേലൂയ ഏതെങ്കിലും ലഹരികൾക്ക് അടിമയായി മാറുന്നു, ഏതെങ്കിലും പാപസ്വഭാവത്തിന് അടിമയായി മാറുന്നു. ജീവിത സാഹചര്യങ്ങളിൽ അവർ ദൈവമായിട്ട് അടുക്കുവാൻ കഴിയാതെ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ലോകത്തിന് സുഖങ്ങൾക്ക് വേണ്ടി അല്ല നമ്മുടെ ജീവിതം വെക്കേണ്ടത്, നയിക്കേണ്ടത്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സുഖങ്ങളെല്ലാം താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്നതും ഇവിടെ പടുത്തുയർന്നതെല്ലാം ഒരുപിടി ചാരമായി മാറുന്ന കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു എന്ന രക്ഷിതാവിൽ നിങ്ങൾ ജീവിച്ച് നിങ്ങൾ സമാധാനപരമായ ജീവിതം നയിക്കണമെന്നാണ് പരിശുദ്ധാത്മാവിന്റെ പകൽ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിനെ നാം ഹല്ലേലൂയ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു മതത്തിലേക്ക് ചേരുന്നതല്ല, ഒരു മതം സ്ഥാപിക്കുന്നതല്ല അവിടെ നടക്കുന്നത്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന രക്ഷകനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, സ്തോത്രം, ഹല്ലേലൂയ, യേശു ക്രിസ്തു നമ്മെ നിരാശയിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ വിവിധമായ നിരാശകൾ കൊണ്ട് അല്ലെങ്കിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ, ഏതെങ്കിലും പ്രതിസന്ധിയുടെ നിരാശ അനുഭവിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങളുടെ നിരാശയെ മാറ്റി നിങ്ങളുടെ നിരാശയുടെ അനുഭവത്തെ മാറ്റി നിങ്ങൾക്ക് ദൈവിക സമാധാനം തരും ക്രിസ്തു എന്ന രക്ഷിതാവിലൂടെ കഴിയുള്ളൂ. രക്തം ചെയ്യും വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതേപോലെ വിവിധമായ സാഹചര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ പാപം ജീവിതത്തിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ പാപം മുഖാന്തരം മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ശാപങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. ആ ശാപം നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം നാം രോഗിയായി മാറും. ആ രോഗിയായി മാറി നമ്മുടെ ജീവിതം ഹല്ലേലൂയ താനെ ദ്രവിക്കുന്നത് പോലെ ദ്രവിച്ച് ഒരു ദിവസം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അങ്ങനെ നമ്മൾ മാറ്റപ്പെട്ട് നാം നിത്യമായി നരകത്തിൽ എത്തുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു എന്ന രക്ഷിതാവിലൂടെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവനെ കർത്താവായ യേശു നമ്മൾ ആ വചനത്തിൽ വായിക്കുമ്പോൾ കാണുന്നത്, സ്തോത്രം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ച് ദൈവഭവനത്തിൻ്റെ അംഗങ്ങളായി മാറണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവഭവനത്തിൻ്റെ അംഗങ്ങളായി മാറണം. തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ഹല്ലേലൂയ നമ്മൾ യോഹന്നാൻ സുവിശേഷം 3:16 വായിക്കുന്നത്. അപ്പം വേദപുസ്തകത്തിൽ എവിടോട്ട് നോക്കിയാലും ഹല്ലേലൂയ രക്ഷയുടെ സന്ദേശങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിതരെ, നിങ്ങളെ നിരാശയിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന് മാത്രമേ
മാത്രമേ കഴിയുള്ളൂ. അപ്പം നാം എല്ലാ കാലഘട്ടത്തിലും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരാണ്, അല്ലെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതികൂലം കടന്നു വന്നാലും അല്ലെങ്കിൽ നാം ദൈവത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. ദൈവത്തെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്നത് പറഞ്ഞൊരു ആത്മീയമായ പാപമാണ്. അപ്പം കുറ്റം പറയുക, പരിഹസിക്കുക, കളിയാക്കുക, നിന്ദിക്കുക, അപമാനിക്കുക, മറ്റുള്ളവർ തേജോവധം ചെയ്യുക, മറ്റുള്ള കുറവുകൾ കണ്ടുപിടിച്ച് മറ്റുള്ളവരിൽ അതിൽ പരസ്യമാക്കുക, അവരെ അപമാനിക്കുക എന്നൊക്കെ പറയുന്നത് പാപമാണ്. അല്ലേറിയ അങ്ങനെ പാപത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കുവാനും യേശുക്രിസ്തുവിന്റെ കഴിവുള്ളൂ. അല്ലേറിയ അപ്പം മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിന്റെ സാന്നിധ്യം നിറയണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരുത്തും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അല്ലേറിയ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാർക്കും മഹാനിയോഗം കൊടുക്കുമ്പോൾ അല്ലേറിയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അല്ലേറിയ നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിലെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരും കാണുന്നുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അതെപ്പടി വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്ന ഇവിടെയും രക്ഷയാണ്. ഇത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത മഹാനിയോഗമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവവചനത്തിനൊന്നും ഒരിക്കലും മാറ്റമില്ല. ഈ ദൈവവചനമെല്ലാം എല്ലാ കാലത്തും യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയായിരിക്കും സ്നാനം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. അതേ അനുഭവം തന്നെയാണ് മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതേ അനുഭവം തന്നെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അല്ലേറിയ നാം ഇതെല്ലാം ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഇവിടെയെല്ലാം രക്ഷയുടെ സന്ദേശത്തെക്കുറിച്ച് നമുക്ക് അധികമായി കാണാൻ കഴിയും. അപ്പോൾ യേശു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അപ്പോൾ എല്ലാ വിധത്തിലും ദൈവവചനം വായിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന രക്ഷിതാവിലൂടെ മാത്രമേ നമുക്ക് നിത്യതയിലെത്താൻ കഴിയുള്ളൂ. അല്ലേറിയ അപ്പം വേദപുസ്തകം നമുക്ക് സുവിശേഷം 4 വായിച്ചാലും അല്ലെങ്കിൽ ലേഖനങ്ങൾ മുഴുവൻ വായിച്ചാലും അപ്പോസ്തല പ്രവൃത്തി ചരിത്ര പുസ്തകം വായിച്ചാലും ഇനി വെളിപ്പാട് പുസ്തകം പ്രവചനം വായിച്ചാലും അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ എവിടേക്ക് കടന്നു വന്ന് വായിച്ചാലും അവിടെയെല്ലാം രക്ഷയുടെ സന്ദേശം കാണാൻ കഴിയും. എന്നാൽ പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോഴും അവിടെയും രക്ഷയുടെ സന്ദേശമാണ് കാണുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. അപ്പം പഴയ നിയമത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. സ്തോത്രം. അല്ലേലൂയ. പഴയ നിയമത്തിലും പറയുമ്പോൾ പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാരിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അത് ശ്രേഷ്ഠകരമായ വചനമുണ്ട്. അല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വചനം പറയുന്നത് അല്ലേലൂയ. വചനം പറയുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം അല്ലേലൂയ 45-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം പറയുന്നത്, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളി, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ഇവിടെ സകല ജാതികളും അല്ലെങ്കിൽ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവാൻ പ്രവാചകൻ നമ്മോട് പറയുകയാണ്. അല്ലേറിയ. അപ്പം ദൈവവചനത്തിന് ഒരിക്കലും മാറ്റമില്ല. സ്തോത്രം. അല്ലേറിയ. ഇന്ന് പകൽ പ്രിയപ്പെട്ട ദൈവവചനത്തിന് ഒരിക്കലും മാറ്റമില്ല. മനുഷ്യനാണ് മാറ്റം സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും, മനുഷ്യൻ്റെ പ്രവർത്തികൾ മാറിക്കൊണ്ടിരിക്കും, മനുഷ്യൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മനുഷ്യൻ മാറിയാലും ഒരിക്കലും ദൈവവചനം മാറിപ്പോകുന്നില്ല. യേശു ഒരിക്കലും മാറിപ്പോകുന്നില്ല. യേശു നമുക്ക് തന്നിരിക്കുന്ന ഈ രക്ഷയെ അല്ലെങ്കിൽ ഞാനും നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ നമുക്ക് രേഖപ്പെടുത്തി കാണുന്നത്. വേദപുസ്തകം വായിക്കും വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം അല്ലെങ്കിൽ 46-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. അതേപോലെ ദൈവത്തിൻ്റെ ആലോചന മാത്രമേ നിവൃത്തിയാകുകയുള്ളൂ. അല്ലെങ്കിൽ സ്തോത്രം. ആരംഭത്തിങ്കൽ തന്നെ അവസാനം പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് എൻ്റെ ആലോചന മാത്രമേ നിവൃത്തിയാകുള്ളൂ എന്ന് പറയുന്നത്. അതേപോലെ മനുഷ്യൻ്റെ ആലോചന ഒന്നും ഇവിടെ നിവൃത്തിയാകത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം
വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം കർത്താവിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. ഇന്ന് നമ്മുടെ ലോക രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ്? മനുഷ്യൻ്റെ സാഹചര്യം എന്താണ്? ഭരണ സംവിധാനങ്ങൾക്കകത്ത് മാറ്റങ്ങൾ എന്താണ്? ഭരണ സംവിധാനങ്ങൾക്ക് നടക്കുന്ന പ്രവൃത്തികൾ എന്താണ്? ലോക രാഷ്ട്രങ്ങളെക്കുറിച്ച് പഠിച്ചു നോക്കിക്കുക. ഹല്ലേലൂയ. എവിടെയും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ മനുഷ്യൻ തമ്മിൽ കരച്ചൽ കൂട്ടിക്കൊണ്ടൊരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ അതിൻ്റെ നടുവിൽ പ്രിയരെ, നാം ആരെയും കുറ്റം പറഞ്ഞ് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം. ദൈവവചനമായിട്ട് നമുക്കൊരു വലിയ അടുപ്പം ഉണ്ടായിരിക്കണം. അനുദിന ജീവിതത്തിൽ നിങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ദുഃഖകരമായിരിക്കാം, സങ്കടകരമായിരിക്കാം, രോഗത്തിൻ്റെ നിലവിലായിരിക്കും, സാമ്പത്തികമായ ഞെരുക്കങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, തലമുറയെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, കടക്കെണിയിലായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച നിലയിൽ നിങ്ങൾക്ക് ഉയരുവാൻ കഴിയുന്നു വരത്തില്ല. നിങ്ങൾ നല്ല വിദ്യാസമ്പന്നരായിരിക്കും. നിങ്ങൾ വേണ്ട വിധത്തിൽ ഒരു ജോലിക്ക് ആഗ്രഹിച്ചിട്ടും ലഭിച്ചില്ലെന്ന് വരാം. ഒരുപക്ഷെ നിങ്ങൾ വിദേശയാത്ര പലപ്പോഴും ഒരുങ്ങിയിട്ടും അത് കഴിഞ്ഞെന്ന് വരത്തില്ല. ഒരുപക്ഷെ വിദേശ രാജ്യത്ത് നിങ്ങൾ കഷ്ടപ്പെടുന്ന ആളായിരിക്കും. അങ്ങനെ ഈ വ്യത്യസ്തമായ നിലകളിൽ നിങ്ങൾ കഷ്ടം അനുഭവിച്ചല്ലേറിയ നിങ്ങളുടെ ജീവിതം നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ക്രിസ്തു എന്ന രക്ഷിതാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം തരും. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാം ഒരിക്കലും മനഃപൂർവ്വമായി നമ്മുടെ കർത്താവിനെ തള്ളിപ്പറയരുത്. പലപ്പോഴും പലരും രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നത് കാണാൻ കഴിയും. അതേപറ്റി ലോക രക്ഷിതാവായിരിക്കുന്ന ക്രിസ്തു എന്ന രക്ഷിതാവ് ഹല്ലേലൂയ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി. ഹല്ലേലൂയ മനുഷ്യനെ രക്ഷയിലേക്ക് നയിച്ച് സമാധാന ജീവിതം തന്ന്, പ്രത്യാശയുള്ള ജീവിതം തന്ന്, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും മധ്യസ്ഥ ചെയ്യുന്ന നമ്മുടെ കർത്താവിനെ നാം തള്ളി പറയുമ്പോൾ അത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോട് പാപം ചെയ്താൽ നമുക്ക് ദൈവമായിട്ട് ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിനകന്ന് നാം നിത്യനരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരേ, നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യൻ ഇന്ന് ഹല്ലേലൂയ നിരാശയ്ക്കും ഇച്ഛാഭംഗത്തിനും ഒക്കെ വഴങ്ങിക്കൊടുത്തിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ദൈവസന്നിധിയിൽ മാറിപ്പോകരുതെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് പറഞ്ഞ് ക്രിസ്തുവിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ രോഗത്തിൽ നിന്ന് ഹല്ലേലൂയ ശാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ക്രിസ്തു എന്ന രക്ഷിതാവ് ഹല്ലേലൂയ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്നും നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവ സാന്നിധ്യം വരുന്നെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയ നാം ദൈവമായിട്ടൊരു അടുത്ത സ്തോത്രം ബന്ധം നമുക്കുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയ പോലും പറഞ്ഞൊരു വാക്യം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അല്ലെങ്കിൽ 46-47 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. അല്ലെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയ പോലും ഇങ്ങനെ പറയുന്നെങ്കിൽ ഹല്ലേലൂയ മറിയ പോലും എൻ്റെ രക്ഷിതാവായിരിക്കുന്ന കർത്താവിൽ എൻ്റെ ഉള്ളം ഹല്ലേലൂയ സ്തോത്രം ഉല്ലസിക്കുന്നു. ഹല്ലേലൂയ. അത് രക്ഷ യേശു ക്രിസ്തുവിലുള്ള മാത്രമാണെന്ന് സകല മനുഷ്യരും ഒരുപോലെ പറയുന്നു. വേദപുസ്തകത്തിൽ സകലരും ഹല്ലേലൂയ വേദപുസ്തകത്തിലെ ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ദൈവം ഉപയോഗിച്ച എല്ലാ ശക്തന്മാരും പറയുന്നത് മറ്റൊരുത്തും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലെന്നുള്ളതാണ്. അത് ഇന്ന് പകൽ പ്രിയരെ, നിങ്ങൾ ദൈവജനത്തെ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. കാലം എന്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവേറ്റുവാസനമായി. അതുകൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച് ഒരു ശാപത്തെ നിങ്ങൾ വിട്ട് നിങ്ങൾ ദൈവത്തിന് നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവിൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടി മധ്യാകാശത്തിൽ വരാൻ സമയമായി.
മുമ്പേ മരിച്ച വിശുദ്ധന്മാർക്ക് ഉയർക്കാൻ സമയമായി. ജീവനോടിരിക്കുന്ന നാമൊക്കെ അവരോടുകൂടെ എടുക്കപ്പെടേണ്ടത് എടുക്കപ്പെടുമെന്ന് തയ്യാറായിട്ടാണോ? നാം ഒരുക്കമുള്ളവരാണോ? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സകല രൂപവും നേടിയിട്ട് തൻ്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് അതേ രീതി ഇന്ന് നമുക്ക് കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളോടെ ചടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകി നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ജനിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുന്ന പോലെ കർത്താവ് സകല ജനങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ ജനനം ഒരു രക്ഷയ്ക്ക് കാരണമായി തീർന്നെങ്കിൽ ഇന്നുപോലെ കർത്താവ് ലോകം പാടുള്ള 800 കോടിയിലെത്തിക്കും വരുന്ന ജനത്തെയും സകല രാഷ്ട്ര തലവന്മാരെയും ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് ഇന്ന് പകൽ കർത്താവ് നയിക്കപ്പെടണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 7 വൻകരയോർത്ത് പ്രാർത്ഥിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യൻ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങളിൽ 800 കോടിയിലേക്ക് ജനത്തിനായി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാഷ്ട്ര തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർമാർ, ഒട്ടാള മേധാവികൾ, കർത്താവ് ഗോത്ര വിഭാഗങ്ങൾ ഭരിക്കുന്നവരും അല്ലുരിയ ആദിവാസി മേഖലയിലായിരിക്കുന്നവരും അല്ലുരിയ ദ്വീപുകളെ ഭരിക്കുന്നവരും എല്ലാം ഞങ്ങൾ ദൈവം ഏൽപ്പിക്കും. സകല ജനവും പാപത്തിൻ്റെ വശീകരണ സ്വഭാവം വിട്ട് ക്രിസ്തു എന്ന രക്ഷിതാവിലൂടെ രക്ഷ പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സകല ജനത്തെ ഉയർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. 3.5 കോടിയിലധികം ജനത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലിസ്റ്റിൽപ്പെടാത്തവർക്കായി ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ 29 സംസ്ഥാനങ്ങളിൽ 7 കേന്ദ്ര പ്രദേശങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MLA മാർ, ഗവർണർമാർ, കളക്ടർമാർക്ക് വേണ്ടി ഡെപ്യൂട്ടി കളക്ടർമാർ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ 138 കോടിയിലധികം ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകല ജനത്തെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവം എല്ലാവരും നിത്യജീവനെ പ്രാപിപ്പാൻ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉപരാഷ്ട്രപതിക്കായി പ്രാർത്ഥിക്കുന്നു. രാജ്യസഭ, ലോക്സഭ കർത്താവ് MP മാർക്കായി പ്രാർത്ഥിക്കുക. ക്യാബിനറ്റ് വന്ന സഹമന്ത്രിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. അങ്ങനെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ചീഫ് സെക്രട്ടറിമാർക്ക്, പ്രൈവറ്റ് സ്റ്റാഫുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. രാജ്യസഭ, നിയമസഭ, ലോകസഭ സ്പീക്കർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മേഖലയും ദൈവത്തെ അത്ഭുതം. കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾ കർത്താവ് അതിർത്തി കാക്കുന്ന BSF-നെ സേവനത്തിനായി പ്രാർത്ഥിക്കുക. അതിർത്തിയിലായി സകല ജനത്തെ ഓർക്കുകയാണ്. ഹല്ലേലൂയ. പ്രതിരോധ വകുപ്പിനായി വിദേശകാര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ദിവസം ആഭ്യന്തരമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്ന സെക്രട്ടറി, DGP അടക്കം എല്ലാ പോലീസ് അധികാരികൾ, പോലീസിന്റെ വിവിധ സേനകൾ ജോലി ചെയ്യുന്നവർക്കായി രാവും പകലുമില്ലാതെ കൊറോണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പോലീസിന്റെ സേവനം ചെയ്യുന്ന അവരുടെ കുടുംബങ്ങളെ തലമുറയിൽ സൂക്ഷിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. പോലീസിന്റെ വിവിധ വകുപ്പുകൾക്കായി, എക്സൈസ് ഫോഴ്സുകൾക്കായി മോട്ടോർ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. രഹസ്യാന്വേഷണം, CBI, ഇന്റർപോൾ, രംഗം നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയും അത്ഭുതം ചെയ്യണമേ. എല്ലാ സിവിൽ ഉദ്യോഗസ്ഥന്മാരെയും IAS, ISF, IPC നിൽക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇത് വകുപ്പുകളുടെ കമ്പനി സെക്രട്ടറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളുടെ അംബാസഡർമാരോട് പ്രാർത്ഥിക്കണം. എല്ലാ മേഖലയിലും അത്ഭുതം ചെയ്യണമേ. ജുഡീഷ്യറിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുപ്രീം കോടതി, ഹൈക്കോടതി, സെഷൻസ്, മുനിസിപ്പൽ, സെക്കൻഡ് ക്ലാസ് കോടതികൾക്കായി, ഫോർത്ത് കോടതി, കുടുംബ കോടതികൾ, CBI അധിക കോടതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള എല്ലാ ജഡ്ജിമാരെ, അഭിഭാഷകന്മാർ അടക്കം ജനന്മാരെ എല്ലാം പ്രാർത്ഥിക്കുന്നു. കോടതി സംബന്ധമായ എല്ലാ ജീവനക്കാരെയും ദൈവങ്ങൾ ഏൽപ്പിക്കണം. എല്ലാവരും രക്ഷ പ്രാപിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ആയിരക്കണക്കിന് 10,000 കേസുകൾ കെട്ടിക്കിടക്കുന്നത് എല്ലാത്തിനും തീർപ്പ് കൽപ്പിക്കുവാൻ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നില്ല പ്രിയപ്പെട്ടവർക്കാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് യാത്ര ചെയ്യുന്ന കർത്താവിൻ്റെ വാഹന നിർമ്മാതാക്കൾ, വിൽപ്പനക്കാർ എല്ലാം ഞാൻ ഓർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ മേഖലയിരിക്കുന്നത് അനുഗ്രഹിക്കുന്നതായി ദൈവം എയർപോർട്ട് ജീവനക്കാർക്കായി, കസ്റ്റംസ് ഓഫീസർമാർക്കായി, എയർപോർട്സിനായി പ്രാർത്ഥിക്കുന്നു. താപാലങ്ങൾ, ടെലിഫോണുകാരായിരിക്കുന്നവർ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൊതുമേഖലയിൽ കർത്താവ് സഹകരണ മേഖലയിലായിരിക്കുന്നവർ, ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്നവർ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് സൈന്റിസ്റ്റുകളെ എഞ്ചിനീയർമാർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സാമൂഹിക സാംസ്കാരിക സംഘടന നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭരണപ്രദേശ പാർട്ടികളോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലും അത്ഭുതം. സോഷ്യൽ മീഡിയ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. പത്രപ്രവർത്തകരോട് പ്രാർത്ഥിക്കണം. എല്ലാ മാധ്യമങ്ങളും അനുഗ്രഹിക്കണമേ. എല്ലാ സാമൂഹിക വർക്ക് ചെയ്യുന്ന, ചാരിറ്റി വർക്ക് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ സന്നദ്ധ സംഘടനകളോട് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. സകല ജനത്തിന്മേലും ദൈവത്തിന്റെ നീതിയുടെ കരം വെളുപ്പ് യാചകർക്ക് വേണ്ടി നിരാരംഭം വൃത്തിനും അശ്വനായിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. ഓർഫനേജിലായിരിക്കുന്നവർക്കായി, ജീവനഭൂമി തലമുറയിലായിരിക്കുന്നു എല്ലാം ഞങ്ങൾ സമയത്ത് ഓർക്കുകയാണ്. ഹല്ലേലൂയ. സകല ജനത്തെ അനുഗ്രഹിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ കർത്താവിയായിരിക്കുന്ന ജനം വിദേശ പൗരന്മാരിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വ്യാപാര സ്ഥാപന കമ്പനികൾ, ഫാക്ടറികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയും തുറന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ബസ് സർവീസ്, ട്രെയിൻ സർവീസ്, വിമാന സർവീസ് ആരംഭിക്കുന്ന പ്രാർത്ഥിക്കുകയാണ്. ലോക്ക്ഡൗൺ പൂർണ്ണമായി പിൻവലിക്കുന്നതായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കൊറോണ എന്ന് പറഞ്ഞ മഹാരോഗത്തിന് ജനത്തെ പൂർണ്ണമായി വിടിച്ച് കർത്താവിൻ്റെ രക്ഷയിൽ എല്ലാവരും സൂക്ഷിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ടെസ്റ്റുകളിൽ കർത്താവ് നെഗറ്റീവായി മാറുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. വാരണാസിയിലായിരിക്കുന്ന വിവിധ രോഗികൾ, ഡയാലിസിസ് ചെയ്യുന്ന, കീമോ ചെയ്യുന്ന കർത്താവ് സർജറിക്കായി വിധേയപ്പെട്ടവർ ശൈശവം തൊട്ട് കർത്താവ് ശൈശവ ബാല്യത്തിൽ, കുമാരി യുവരത്തിൽ, വാർത്തകൾ വിവിധ
തലങ്ങളിൽ ആമേ കർത്താവ് ഈ സർജറിക്കായി വിധേയപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും സൗഖ്യം കൊടുക്കണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രതിസന്ധികൾ കടന്നു പോകുന്ന വിധമായ രോഗങ്ങളിൽ കടന്നു പോകുന്നവർക്ക് എല്ലാം ദൈവം സൗഖ്യം കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കർത്താവ് 2 വീലർ 3 വീലർ 4 വീലർ യാത്ര ചെയ്യുന്നവർ എല്ലാ ദൈവം സൂക്ഷിക്കുന്നു. എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും കർത്താവ് സൂക്ഷിക്കുന്നതായി പ്രാർത്ഥിക്കുകയാണ്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായി സ്തോത്രം എല്ലാ പ്രിയപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കായിക മന്ത്രാലയത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ടൂറിസം മേഖലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. വാണിജ്യ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. വ്യവസായ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ വിവിധ വകുപ്പുകൾ കമ്മീഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിൽ ദൈവത്തിന് കരം പ്രവർത്തിപ്പാണ്ടിയാകണം. തലമുറകളെ പ്രത്യേകമായി ഏൽപ്പിക്കുന്നു. മദ്യവും മയക്കുമരുന്ന് പരസ്യ ലഹരി പദാർത്ഥങ്ങൾ കുടുങ്ങി ആമേൻ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് എന്നൊക്കെ മടങ്ങി വരവ് കൊടുക്കണമേ. എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷ പ്രാപിച്ച് കർത്താവിൻ്റെ വരുവേണ്ടി ഒരുങ്ങുക സകല ജനത്തെ ഒരുക്കണം. ഇതുപോലെ കർത്താവ് സകല ജനത്തെ ഏൽപ്പിക്കുന്നു. അങ്ങ് സകല മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.